പ്രിയമുള്ള ദൈവമക്കളെ, ആദിമകാലത്തെ വിശുദ്ധന്മാർ അനേകരും വലിയ വില കൊടുത്തവരാണ്. ഈ രക്ഷയ്ക്ക് വേണ്ടി അനേകരും വലിയ വില കൊടുത്തവരാണ്. ഹല്ലേലൂയ. ഞാൻ ചൈനയിൽ കഴിഞ്ഞ് 86 മുതൽ ഞാൻ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. അനേകരെ സ്നാനപ്പെടുത്തുവാനും അനേക വേലക്കാരെ ചൈനയിൽ ഒരുക്കുവാനും കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ 3 പ്രാവശ്യം ചൈനയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ കൃപയാൽ എൻ്റെ പാസ്പോർട്ടിൽ അവർ ബ്ലാക്ക് എൻട്രി ഒന്നും ചെയ്യാതെ അവരെന്നെ ബോർഡറിൽ കൊണ്ടുവന്ന് വിടുവാനിടയായത്. പ്രത്യേകം അവർ ബ്ലാക്ക് എൻട്രി ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി ചൈനയിൽ പോകാൻ കഴിയയില്ലായിരുന്നു. ദൈവത്തിൻ്റെ പ്രതി അവരെന്നെ ബോർഡറിൽ കൊണ്ടുവന്നിട്ട് വിടുകയായിരുന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വിടുകയായിരുന്നു ചെയ്തത്. അവിടെ ഒരു സഹോദരിയുടെ അനുഭവം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സഹോദരി, അവൾക്ക് 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ സ്നാനപ്പെട്ടപ്പോൾ. ഒരു നല്ല സൗന്ദര്യമുള്ള, അധികം ഉയരമില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ വളരെ കാണുവാൻ നല്ല ഭംഗിയുള്ളവളും നല്ല കർത്താവിന് വേണ്ടി സാക്ഷിക്കുന്നവളുമായിരുന്നു. അവൾ കർത്താവിനെ സാക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അവളെ പിടിച്ച് ജയിലിലാക്കി. 81 ദിവസം അവളെ നഗ്നയാക്കി ജയിലിനകത്തിട്ടിട്ട് അവിടുത്തെ പോലീസുകാരും കമ്മ്യൂണിസ്റ്റുകാരും എന്തോ വൃത്തികേട് ചെയ്യാം അതെല്ലാം അവളുടെ മേൽ ചെയ്തുകൊണ്ടിരുന്നു. 82ാമത്തെ ദിവസം അവളുടെ ആ കിടന്ന സെല്ലിൽ ഒരു മരിച്ച ഒരുത്തനെ കൊണ്ട് അവർ വലിച്ചുകൊണ്ടിട്ടു. ഈ പോലീസുകാരടിച്ചപ്പോൾ ഒരു കുറ്റക്കാരൻ മരിച്ചുപോയി. അവനെ വലിച്ചുകൊണ്ട് അവളുടെ സെല്ലിൽ കൊണ്ടുവന്നു, അവിടെ ഇട്ടു. ഇത് പറഞ്ഞു, നീ എപ്പോഴും യേശുവേ യേശുവേ എന്ന് പറയുന്നുവല്ലോ, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് അല്പം വസ്ത്രം തരാൻ പറഞ്ഞു. അവരെ ഒരു ടവൽ ഏതാണ്ട് കൊടുത്തു. അവളുടെ നഗ്നത മറച്ചുകൊണ്ട് ആ മരിച്ചവന് വേണ്ടി പ്രാർത്ഥിച്ചു. കൃപയാൽ 3 മിനിറ്റിനകത്ത് ആ മരിച്ചവൻ ജീവൻ പ്രാപിക്കാനിടയായി. അവൻ ജീവൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം അവളെ വിട്ടു, ജയിലിൽ നിന്ന് വിടുവാനിടയായി. ജയിലിൽ വിട്ടതിന് ശേഷം ആ പ്രിയ സഹോദരി 2.5 വർഷം കൊണ്ട് 22 ചെറിയ സഭകൾ സ്ഥാപിച്ചു. അവളല്ല സ്നാനപ്പെടുത്തിയത്, സുവിശേഷം പറഞ്ഞ് 22 സഭകളെ ആ ചെറിയ ലോക്കൽ നമ്മളെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ്. ചൈനയിൽ കൂടുതലും കർത്താവിൻ്റെ വേലക്കാരായിരിക്കുന്നത് സഹോദരിമാരാണ്. കാരണം സഹോദരന്മാരെ എല്ലാം പിടിച്ച് ജയിലിലും അണ്ടർഗ്രൗണ്ടിലും ആക്കിയിരിക്കുന്നത് കൊണ്ട് കൂടുതൽ വേലയും കർത്താവിൻ്റെ ദാസിമാരാണ് ചെയ്യുന്നത്. എന്നാൽ അവരാരും തിരുവത്താഴം കൊടുക്കുകയോ സ്നാനപ്പെടുത്തുകയോ ചെയ്യില്ല. കർത്താവിൻ്റെ ദാസന്മാർ അവിടെയുള്ളവർ പോയി രഹസ്യമായി സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്യുകയായിരുന്നു. അങ്ങനെ 22 സഭകളെ ആ പ്രിയ സഹോദരി സ്ഥാപിക്കുവാൻ കർത്താവിടെ. ഇവിടെ സഭകൾ എന്ന് പറയുമ്പോൾ 100-200 വിശ്വാസികളല്ല, 20, 30, 35 വിശ്വാസികൾ, അതിൽ കൂടുതൽ. എല്ലാം ഒരു വീട്ടിൽ കൂടാവുന്നത് മാത്രം. വലിയ സഭകളല്ല, ഹാളുകളൊന്നുമില്ല. അവിടെ എല്ലാം ചൈനയിലെല്ലാം വീട്ടു സഭകളാണുള്ളത്. ഗവൺമെന്റ് വക 3 സെൽ ചർച്ചസ് ഉണ്ട്, അവിടെ ചർച്ചസ് ഉണ്ട്, കാണാനുണ്ട്. അവിടെ യേശുക്രിസ്തുവിനെ അവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ അങ്ങനെയുള്ള പള്ളികളിലും പോയിട്ടുണ്ട്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച കാര്യമോ ഉയർത്തെഴുന്നേറ്റ കാര്യമോ യേശുക്രിസ്തു ദൈവപുത്രനെന്നോ യേശുക്രിസ്തു വീണ്ടും വരുന്നുള്ള കാര്യം ഒരിക്കലും പറയാൻ പാടില്ല. യേശുക്രിസ്തു നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ഐഡിയക്കാരനായിരുന്നെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധന്മാരുള്ളത് ചൈനയിലാണ്. ഞാൻ ചൈനയിൽ, അമേരിക്കയേക്കാൾ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ വിശുദ്ധന്മാരിൽ കൂടിയ പങ്കും ചൈനയിൽ നിന്നായിരിക്കും വരുന്നത്. ഞാനതിന് ദൃക്സാക്ഷിയാണ്, അനുഭവ സാക്ഷിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ പ്രിയ സഹോദരി 22 സഭകളെ കർത്താവ് സ്ഥാപിക്കാനിടയെ ഒടുവിൽ 2.5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പോലീസ് അവളെ പിടിച്ചിട്ട് ഒരു ഫീൽഡിൽ വെച്ചാണ് പിടിച്ചത്. പോയി വരുന്ന വഴി അവളുടെ ഒരു ബ്രസ്റ്റ്, ഒരു നെഞ്ച് കണ്ടിച്ച് ഈ പോലീസ് പട്ടിക്ക് ഇട്ടുകൊടുത്തു. അവളോട് പറഞ്ഞു, യേശുവിനെ തള്ളി പറയാമെങ്കിൽ, ഇനി നീ യേശുവിനെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിന്നെ വിട്ടേക്കാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഒക്കുകയില്ല. 2ാമത്തേതും കണ്ടിച്ചു. അവൾ പറഞ്ഞില്ല. 3ാമത് അവളെ തിരിച്ചു നിർത്തി അവളുടെ പുറകിലുള്ളതായ ബട്ടക് ഭാഗം അതും കണ്ടിച്ചു. അവൾ അങ്ങനെ വീണ് കിടന്ന് പ്രാണനെ കൊടുക്കാനിടയായി. അത് കഴിഞ്ഞപ്പോൾ പോലീസ് അവളെ ഇട്ടേച്ചു പോയി. സഹോദരന്മാർ വന്ന് വിവരം അറിഞ്ഞു. അവിടെ മേലൊരു ഷീറ്റ് ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് എന്നെ അറിയിക്കുവാൻ എനിക്ക് അയച്ചു തരുവാനിടയായി. ആ സഹോദരി എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. ഇത് വേറെ വെളിയിലുള്ളവരുടെ കാര്യമല്ല ഈ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി എത്ര പേർ വില കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ നല്ലവണ്ണം അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. കേരളത്തിലെ ദൈവജനമേ, ഒരു സമയത്ത് ദൈവജനങ്ങൾ സുഖലോഭികളല്ലായിരുന്നു. അവർ കഷ്ടപ്പെടുവാൻ ഒരുക്കമുള്ളവരായി.
അവർക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലായിരുന്നു. മലകളിലും ചന്തകളിലും ചന്തസ്ഥലത്തും വഴിയോരത്തും എവിടെയാണെങ്കിലും കർത്താവിനെ ആരാധിച്ചു പോകുവാൻ ഒരുക്കമായിരുന്നു. അവർ കർത്താവിനോടുകൂടെ വില കൊടുക്കുവാൻ ഒരുക്കമുള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് വില കൊടുക്കുവാൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ. കർത്താവായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വല്ലതും കിട്ടണം, എനിക്ക് എൻ്റെ രോഗസൗഖ്യം മാറണം, എൻ്റെ കഷ്ടം മാറണം, എൻ്റെ ദുഃഖം മാറണം എന്നുള്ളത് പറയുകയാണ്. പ്രിയമുള്ളവരെ, വില കൊടുത്തല്ലാതെ കർത്താവിൻ്റെ ശിഷ്യനാകുവാൻ ആർക്കും കഴിയുകയില്ല. വില കൊടുത്തല്ലാതെ ആർക്കും കർത്താവിൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് ഇത്രയും വില കൊടുത്തു എങ്കിൽ, ആകയാൽ പ്രിയ ദൈവജനമേ, നാം സുഖലോലുപരായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിൽ രാജാക്കന്മാരായിരിക്കാമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്, അത് വലിയ കളിപ്പീരാണ്. അങ്ങനെ നടക്കയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ചൈനയിലായിരുന്നപ്പോൾ അവിടെ എൻ്റെ വേലയാൽ രക്ഷിക്കപ്പെട്ടതല്ല, ഞാൻ അതിന് മുൻപേ രക്ഷിക്കപ്പെട്ടതായ സാമുവൽ ലാംബ് എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ 22 വർഷം ജയിലിലായിരുന്നു. 22 വർഷം. അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ചൈനയിലുള്ള വിശ്വാസികൾ, ഈ ഭൂമിക്കടിയിലുള്ളത്, നമ്മുടെ ഇവിടെ ആണെങ്കിൽ വിശ്വാസികൾക്ക്, ജയിലിൽ പോകുന്നവർക്ക്, ജയിൽ പുള്ളികൾക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. ചൈനയിൽ അങ്ങനെയല്ല. ഈ പെൺകുട്ടിക്ക് അങ്ങനെ സൗന്ദര്യവാദിയായ പെൺകുട്ടികളെ അവര് മ്ലേച്ഛമായി ഉപയോഗിക്കും. അല്ലാത്തവരെ എല്ലാം കമ്പൽസറി ക്യാമ്പ്, ലേബർ ക്യാമ്പ് അവിടെ ഇട്ട് വളരെ കഷ്ടപ്പെടുത്തും. ഈ സാമുവൽ ലാംബ് എന്ന് പറഞ്ഞ സഹോദരൻ 22 വർഷം കൽക്കരി ഖനിക്കകത്ത് ഹാർഡ് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ തൻ്റെ ജോലി, താനൊരു ടീച്ചറായിരുന്നു. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം ആ ജോലി എന്താണ്? ഈ കൽക്കരി ഖനിക്കകത്തുള്ളതായ ഈ കൽക്കരിയെല്ലാം വെട്ടിയെടുത്ത് വരുമ്പോൾ ഈ ചെറിയ ചെറിയ വാഗൺ, ചെറിയ ചെറിയ ബോഗികളിൽ അവരിരുമ്പോൾ അതിനെ യോജിപ്പിച്ച് ആ ജോലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പല പ്രാവശ്യം തൻ്റെ കൈകൾ നഷ്ടപ്പെടാവുന്നതായിരുന്നു. എന്നാൽ ഒടുവിൽ 22ാമത്തെ വർഷത്തിന് ശേഷം താൻ വിടുവിക്കപ്പെട്ടു വന്നപ്പോൾ താൻ താമസിച്ചിരുന്ന വീട് ഉണ്ടായിരുന്നു, അത് മുഴുവൻ ഒരു മൈതാനമാക്കി. തനിക്കൊരു ഭാര്യയും ഒരു മകളും ഉണ്ടായിരുന്നു. ഭാര്യ എവിടെ പോയെന്ന് കാണാൻ കഴിയില്ല, മകൾ എവിടെ പോയെന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച് പല പ്രാവശ്യം ഉപദ്രവങ്ങൾ സഹിച്ചു ഒരു വ്യക്തിയാണ് ഞാൻ. ആ സാമുവൽ ലാംബ് സഹോദരൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ എന്നെ ഏറ്റവും ചെറിയവനെന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഇത്ര പ്രാവശ്യം അടികൾ സഹിച്ചു, പട്ടിണി കിടന്നു. കർത്താവിൻ്റെ സാക്ഷിയിൽ വടക്കേന്ത്യയിലും നേപ്പാളിലും ഒക്കെ കർത്താവ് സഭകൾ സ്ഥാപിച്ചു, കഷ്ടങ്ങൾ സഹിച്ചുവെങ്കിലും ഇത്രയും കഷ്ടം സഹിച്ച് ആ കർത്താവിൻ്റെ ദാസന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനൊരു ചെറിയവനെ പോലെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ സാമുവൽ ലാംബിനോട്, സഹോദര, നിന്റെ ഭാര്യയെയും മകളെയും കുറിച്ച് നിനക്ക് ചിന്തയില്ലേ? അവർ കർത്താവിൻ്റെ രാജ്യത്തിൽ കാണും, ഞാൻ അവരെ അവിടെ ചെന്ന് കണ്ടുകൊള്ളാം. ഈ കഴിഞ്ഞ വർഷം വരെയും തൻ്റെ ഭാര്യയോ മകളെ എവിടെ നിന്ന് തനിക്കറിയുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ള ദൈവജനമേ, സുവിശേഷ വേല, ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഇവിടെയും സുഖിക്കണം അവിടെയും സുഖിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. നാം പൂർണ്ണമായി കർത്താവിൻ്റെ ശിഷ്യനാകുവാൻ, വില കൊടുക്കുവാൻ നാം ഒരുക്കുമെങ്കിൽ, ഹല്ലേലൂയ, അതിനുവേണ്ടി സമർപ്പിക്കുമെങ്കിൽ അവൻ നമ്മളെ രാജാക്കന്മാരാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് ഞാൻ ഒരു ഭാഗം വായിച്ചിട്ട് ഞാൻ വീണ്ടും അവസാനിപ്പിക്കാൻ പോകുകയാണ്. സെക്രിയാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചാൽ. സെക്രിയ പുസ്തകം 13-ന്റെ 6-ാം വാക്യം. കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇത്രമാത്രം വേദനകൾ അനുഭവിച്ച ശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ തന്റെ ദൂതന്മാർ ചോദിക്കുകയാണ്, കർത്താവേ, നിന്റെ കയ്യിൽ കാണുന്ന മുറിവുകൾ എന്ത്? അവർ സ്വർഗത്തിൽ അവനെ കണ്ടിട്ടുണ്ട്, അവന്റെ കയ്യിൽ മുറിവില്ലായിരുന്നു. ഭൂമിക്ക് അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ കയ്യിൽ മുറിവില്ലായിരുന്നു. മനുഷ്യന് രൂപം കൊടുക്കുമ്പോൾ അവന്റെ കയ്യിൽ മുറിവില്ലായിരുന്നു. എന്നാൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി ചെല്ലുമ്പോൾ അവന്റെ കൈകളിൽ കാണുന്ന മുറിവുകളെ കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ എത്രമാത്രം നിന്ദിച്ചു. സ്വന്തം ശിഷ്യന്മാരോട് തന്നെ ഒറ്റിക്കൊടുത്തു. അവരെല്ലാം വിട്ടേച്ച് ഓടിപ്പോയി.
ഇത്രമാത്രം അവന്റെ മുഖത്ത് തുപ്പുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോഴും കർത്താവ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവരുടെ കയ്യിൽ വെച്ച് ഞാൻ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. ഈ സ്നേഹം മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന റോമാലേഖനം 8:35 വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. റോമാലേഖനം 8:35 വായിച്ചാട്ട്. റോമാലേഖനം 8:30. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാർ. ഹല്ലേലൂയ. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. അറുക്കുവാനുള്ള ഇപ്പൊ ആട്ടുചന്തയിൽ പോയാൽ ആടിനെ മേടിക്കും, വളർത്താനും മേടിക്കും, അറക്കാനായും മേടിക്കും. വളർത്താനായി മേടിക്കുന്ന ആടിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അത് കരയുകയാണെങ്കിൽ അലക്കുകയാണെങ്കിൽ വെള്ളമോ പച്ചിലിയോ കൊടുക്കും. എന്നാൽ അറക്കാനായി കൊണ്ടുവന്ന ആടിനെ ആണെങ്കിൽ 2 തൊഴി കൊടുക്കും, വലിച്ചിഴച്ചുകൊണ്ട് പോകും. അപ്പോസ്തലന്മാരെങ്ങനെയാ പറയുന്നത്? ഞങ്ങളെ അറക്കുവാനുള്ള ആടുകളെ പോലെ. പ്രിയമുള്ളവരെ, കാഹളം തൊനിക്കുമ്പോൾ നാം എല്ലാവരും അവന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. പക്ഷാഭേദം കൂടാതെ എല്ലാവരെയും ന്യായം വിധിക്കുന്ന ദൈവത്തിന് മുൻപാകെ ക്രിസ്തുവിന്റെ സിംഹാസനം നമ്മൾ എങ്ങനെ നിൽക്കും? വില കൊടുക്കാതെ നമുക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും? ഇന്ന് ഞാൻ പറയട്ടെ, ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുന്നവരാണ് 80% വിശ്വാസികളും. 20% അമേരിക്കയിലും കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഒരു 20% വിശ്വാസികളെ ഉള്ളൂ ഭൗതികമായി അല്പ നന്മകൾ അനുഭവിക്കുന്നത്. 80% പേരും വലിയ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അറുക്കുവാനുള്ള ആടുകളെ പോലെ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് അല്പം കഷ്ടം സഹിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ആകയാൽ ഞാൻ നിങ്ങളോട് താഴ്മയെ അപേക്ഷിക്കുന്നത്, നമുക്ക് തലമുറകളെ വണക്കി പ്രാർത്ഥിക്കാം. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അല്പം നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ.